മുറിക്കുള്ളിലേക്ക് കയറണോ വേണ്ടയോ എന്നവൾ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ ഒന്നും മിണ്ടാതെ ഹാളിലേക്ക് നടന്നു. അനന്തൻ ഹാളിലിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ നാളെ അവർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ വരാം. അത് സമ്മതമെന്നോണം രാഘവനും നളിനിയും തലയാട്ടി. തിരിച്ചു മേലയിടത്തേക്ക് തിരിക്കുമ്പോൾ ഭദ്രയുടെ മുഖത്തെ തെളിച്ചമില്ലായ്മ അവൻ ശ്രദ്ധിച്ചിരുന്നു. ഒന്നും ചോദിക്കാൻ പോയില്ല. മേലയിടത്ത് എത്തിയതും ഭദ്ര കുളിക്കാൻ കയറി. അനന്തൻ ചെറുചിരിയോടെ അവളെ നോക്കി. പിന്നെ കുഞ്ഞിനെ എടുത്ത് കളിപ്പിച്ചു. ഷവറിന് താഴെ നിൽക്കുമ്പോഴും ഭദ്രയുടെ മനസ്സ് സംശയങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അനന്തന്റെ അടുത്ത് അധികം നിന്നാൽ എന്തായാലും കണ്ടുപിടിക്കും. താൻ സംശയിച്ചെന്ന് കരുതുമോ എന്നൊരു ഭയവും അവളിൽ ഉടലെടുത്തു. കുളിച്ചിറങ്ങിയതും അച്ഛനും മകനും കുളിക്കാൻ കയറി. ഭദ്ര വേഗം സാരി മാറി. അച്ഛൻ്റെയും മോൻ്റെയും കളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അവൾ വേഗം അടുക്കളയിലേക്ക് ചെന്നു. ചപ്പാത്തിക്ക് മാവ് കുഴച്ച് മൂടി വെച്ചു. അപ്പോഴേക്കും അച്ഛനും മകനും ഒരുങ്ങിയിറങ്ങിയിരുന്നു. ഭദ്രെ കുഞ്ഞിനെ ഹാളിലിരുത്തി അവൻ അടുക്കളയിലേക്ക് നടന്നു. ഭദ്ര പുറത്തേക്ക് നോക്കി വാതിൽ ചാരി നിൽക്കുന്നുണ്ട്. ഭദ്രെ, ആനന്ദൻ വിളിച്ചതും ഭദ്ര തിരിഞ്ഞു. നീ എന്ത് ആലോചിച്ച് നിൽക്കുക, പോവണ്ടേ? അവൾ വേഗം അടുക്കള വാതിൽ അടച്ച് ലോക്ക് ചെയ്തു. ഒന്ന് നെടുവീർപ്പിട്ട് തിരിഞ്ഞപ്പോൾ തൊട്ട് പിന്നിൽ ആനന്ദനുണ്ട്. അവൾ ഞെട്ടി. എന്താ ഭദ്ര? വിക്കി, നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആനന്ദൻ അവളിലേക്ക് ഒന്നുകൂടെ അടുത്തു. ഭദ്ര തല വിലങ്ങനെയാട്ടി. ആനന്ദേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് പറയാമെന്ന് കരുതിയതാ. ഇനി എന്തായാലും പറയാം. അവൻ തിരിഞ്ഞ് ഹാളിലേക്ക് നടന്നു. ഭദ്ര നെറ്റി ചൊളിച്ചുകൊണ്ട് പുറകെയും. ആനന്ദൻ നിലത്തിരുന്ന് കളിക്കുന്ന കുഞ്ഞിനെ നോക്കി സോഫയിലേക്ക് ഇരുന്നു. ഭദ്ര അവനെ നോക്കിക്കൊണ്ട് നേരെയുള്ള ചെയറിലും ഇരുന്നു. ഭദ്രയുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ട്. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ അവൾ ആകാംക്ഷയോടെ ഇരുന്നു. നിന്നെ കാണാതായി 1 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അന്നൊക്കെ രാത്രി ഞാൻ നന്നായി കുടിച്ചിട്ടാ കിടക്കുക. അങ്ങനെ ഒരു 12 കഴിഞ്ഞപ്പോഴാ എനിക്ക് നിന്റെ അമ്മയുടെ കോൾ വരുന്നത്. നിന്റെ അമ്മാവന് വയ്യെന്ന് പറഞ്ഞു. വേഗം എഴുന്നേറ്റ് മുഖം കഴുകി. ഒരു ഓട്ടമായിരുന്നു. കുടിച്ചതുകൊണ്ട് കാറെടുക്കാനും പേടി. ഞാൻ അവിടെ എത്തുമ്പോൾ അമ്മാവൻ നെഞ്ച് പൊത്തിപ്പിടിച്ച് ഇരിക്കുന്നുണ്ട്. പിന്നെ വേഗം അഖിലിൻ്റെ ഓട്ടോ വിളിച്ചു. അമ്മാവനെ നളിനി അമ്മായിയും അമ്മയും കൂടി ഞാനും ചേർത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ അവളുടെ കയ്യിൽ ക്യാഷ് കൊടുത്ത് മാറി നിന്നു. കുടിച്ചു കാരണം അവിടെ നിൽക്കാൻ തോന്നിയില്ല. പിന്നെ അഖിലും പറഞ്ഞു അവൻ നിൽക്കാമെന്ന്. അവനോട് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ആ സമയത്ത് നളിനി അമ്മായി ഓടി വന്നു. ശരണ്യ ഒറ്റയ്ക്കാണ്. അവളോട് വാതിലടച്ചിരുന്നേക്ക് നാളെ വരാം എന്നൊക്കെ പറയാൻ പറഞ്ഞു. ഞാനും തലയാട്ടി ഇറങ്ങി. ആനന്ദനൊന്ന് നിർത്തി ഭദ്രയെ നോക്കി. അവൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ നോക്കിയിരിപ്പാണവൾ. ആനന്ദനൊന്ന് നിർത്തി ഭദ്രയെ നോക്കി. അവൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ നോക്കിയിരിപ്പാണവൾ. മംഗലത്ത് എത്തിയപ്പോൾ ഞാൻ കയറി വാതിൽ കുറച്ചു നേരം തട്ടി വിളിച്ചു. അവൾ കതക് തുറന്ന് എന്നെ കണ്ടതും കെട്ടിപ്പിടിച്ചു. ആനന്ദൻ ഭദ്രയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണിപ്പോൾ പുറത്തു വരും. അതാ അവസ്ഥ. മൂക്ക് നല്ലപോലെ ചുവന്നിട്ടുണ്ട്. പേടിച്ചിട്ടുണ്ടോ എന്ന് കരുതി ഞാൻ അങ്ങനെ തന്നെ നിന്നു. പക്ഷേ എനിക്ക് ആനന്ദേട്ടനില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴാ എനിക്ക് കാര്യം മനസ്സിലായത്. ഞാൻ അവളെ വേഗം അടർത്തി മാറ്റി ഒന്ന് കൊടുത്തു. കവളിൽ കൈവച്ച് നിൽക്കുമ്പോഴും വാശി അവൾക്ക്. എന്നെങ്കിലും അവളുടെ സ്നേഹം മനസ്സിലാക്കും. നീ തിരികെ വരില്ല എന്നൊക്കെ. ഞാൻ പിന്നെ ഒന്നും കേൾക്കാൻ നിന്നില്ല. പടിയിറങ്ങി വേഗത്തിൽ നടക്കുമ്പോഴും അവൾ ഒരിക്കൽ അവളുടെ സ്നേഹം മനസ്സിലാക്കുമെന്ന് അലറുന്നുണ്ടായിരുന്നു. ഞാനൊന്നും പറയാൻ നിന്നില്ല. മനസ്സിലാകെ ഒരു കുറ്റബോധം. നിന്റെ മുഖമാ മനസ്സിൽ ആദ്യം വന്നത്. നിന്നോട് എന്തോ തെറ്റ് ചെയ്ത പോലെ തോന്നി. നിന്റെ അനിയത്തി എനിക്ക് അനിയത്തിയല്ലേ ഭദ്രേ? ആനന്ദേട്ടൻ എന്താ ഇതൊന്നും മുമ്പ് എന്നോട് പറയാത്തേ? ഒരു തെറ്റിദ്ധാരണ കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് വീണ്ടും ഞാൻ എല്ലാം നിന്നോട് പറയാമെന്ന് ഉറപ്പിച്ചതാ. പക്ഷെ ഇപ്പോഴല്ല, അവളുടെ കല്യാണം നല്ല രീതി നടന്നു കഴിഞ്ഞിട്ട്. അതുമല്ല, അനിയത്തി ചേച്ചിയുടെ ഭർത്താവിനെ മോഹിക്കുന്നത് അറിഞ്ഞാൽ നീ എങ്ങനെ സഹിക്കുമെന്നൊക്കെ ഓർത്തപ്പോൾ. വാ പോവാം. ഭദ്ര എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്തു. ആനന്ദൻ്റെ മുഖം വല്ലാതായി. ഭദ്ര കൂടുതൽ എന്തെങ്കിലും പറയുമെന്ന് കരുതിയെങ്കിലും അവളൊരു ഭാവം കൂടാതെ എഴുന്നേറ്റ് പോയത് എന്തോ പോലെ. ആനന്ദൻ അവളുടെ പുറകെ നടന്നു. ആനന്ദൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കുമ്പോൾ ഭദ്ര അവനെ ശ്രദ്ധിക്കാതെ മറ്റെങ്ങോട്ടോ നോക്കി നിന്നു. അവനടുത്ത് ബുള്ളറ്റ് നിർത്തിയതും ഭദ്ര ആനന്ദനെ ശ്രദ്ധിക്കാതെ ബുള്ളറ്റിൽ കയറി. ആനന്ദൻ ഇടയ്ക്കിടെ മിററിലൂടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. ഭദ്ര അവൻ്റെ വയറിലൂടെ കൈയിട്ട് അവൻ്റെ പിൻകഴുത്തിൽ ചുണ്ടുകൾ അമർത്തി. അത്രനേരം ടെൻഷനായിരുന്ന ആനന്ദൻ കഴുത്തിൽ തണുത്ത ചുണ്ടുകൾ അമർന്നതും അവൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. വയറിലൂടെ ചുറ്റിയ അവളുടെ കൈയെടുത്ത് അവൻ ചുണ്ടോട് ചേർത്തു. ഭദ്രയും ചെറുതായി പുഞ്ചിരിച്ചു. പക്ഷെ ശരണ്യെ ഓർത്തപ്പോൾ അവളുടെ കണ്ണുകളിൽ കോപം നിറഞ്ഞു. ഭദ്ര നേരെ അമ്പലത്തിലേക്കും ആനന്ദൻ കമ്മിറ്റി ഓഫീസിലേക്കും കയറി. കുഞ്ഞിനെ കൈപിടിച്ച് നിന്ന് മഹാദേവന്റെ മുന്നിൽ നിന്ന് തൊഴുതുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇനിയും പരീക്ഷിക്കരുത് എന്നവൾ മഹാദേവനോട് മൗനമായി കേണു. അമ്പലത്തിലെ എല്ലാ പ്രതിഷ്ഠയും തൊഴുതിറങ്ങി.
ആന്റണി ഓഫീസിന് പുറത്ത് ആരോടോ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. കൈകൾ കെട്ടി നിൽക്കുകയാണെങ്കിലും ഒരു കൈ മീശയും താടിയും ഇടയ്ക്ക് തഴുകുന്നുണ്ട്. ഒരു ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടാണ്, വെള്ളമുണ്ടും. അമ്പലത്തിൽ കുറേയധികം ലൈറ്റ് വർക്കുകളുണ്ട്. ആരൂട്ടൻ അതൊക്കെ കണ്ണിമേച്ച് നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ആനന്ദിന്റെ നോട്ടം ബദ്രയിലേക്ക് പാറി വീണു. കൂടെ നിന്ന ആളോട് തലയാട്ടി യാത്ര ചോദിച്ചിട്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. എന്തേ, മീറ്റിംഗ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഡാൻസ് ഇപ്പോൾ തുടങ്ങും, കാണുന്നില്ലേ? വേണോ? പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം. ഇവിടുന്ന് കഴിച്ചിട്ട് പോവാടി. പറയുന്നതിനൊപ്പം കുഞ്ഞിനെ എടുത്ത് അവളുടെ തോളിലൂടെ കൈയിട്ട് മണ്ഡപത്തിലേക്ക് നടന്നു. ബദ്രിയുടെ കണ്ണുകൾ വിടർന്നു. 18 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണ്. അവരെല്ലാം ഒരേപോലെ നൃത്തം ചെയ്യുന്നത് അവൾ ഇമചുമ്മാതെ നോക്കിയിരുന്നു. ചെറുപ്പത്തിൽ നൃത്തം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വേണുവെച്ചും വിട്ടില്ല. ബദ്രിയും കുഞ്ഞിനെയും ചെയറിലിരുത്തി സ്റ്റേജിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന കമ്മിറ്റി പ്രസിഡന്റ് അടുത്തേക്ക് അനന്തൻ ചെന്നു. ഭക്ഷണത്തിന്റെ കാര്യം പറയാനാണ്. രാത്രി എല്ലാവർക്കും അത്താഴം ഒരുക്കുന്നത് അമ്പലത്തിൽ തന്നെയാണ്, നാളെയും. ഭദ്ര നോക്കുമ്പോൾ അനന്തൻ അയാളോട് കാര്യമായി സംസാരിക്കുന്നുണ്ട്. അവൾ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി. നൃത്തം ചെയ്യുന്ന കുട്ടികളെ അത്ഭുതത്തോടെ നോക്കിയിരിപ്പാണ് കക്ഷി. അവളൊരു ചെറുപുഞ്ചിരിയോടെ അനന്തനെ നോക്കി. അവിടെ സംസാരം കഴിഞ്ഞ് നൃത്തം ശ്രദ്ധിച്ചു തുടങ്ങി. ഇരുകൈ കെട്ടിനിന്ന് കൈമുട്ടികളിൽ വിരലുകൊണ്ട് താളം പിടിക്കുന്നുണ്ട് അവന്റെ കണ്ണുകൾ. നൃത്തം നന്നായി ആസ്വദിക്കുന്നത് കണ്ട് ഭദ്രയ്ക്കെന്തോ ചെറിയ രീതിയിൽ അസൂയ തോന്നി. ആനന്ദൻ തന്നെപ്പോലും ശ്രദ്ധിക്കാതെ നൃത്തം ആസ്വദിക്കുന്നത് ഭദ്രയെക്കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അവൾ വേഗം എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. അതെ, അവൻ താളം പിടിക്കുന്ന വിരലുകൾ പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു. ആനന്ദൻ പെട്ടെന്ന് തിരിഞ്ഞു. പോവാൻ, കുഞ്ഞിന് ഉറക്കം വരുന്നു. ആണോ? അച്ഛയുടെ പൊന്നിന് ഉറക്കം വരുന്നുണ്ടോ? അവൻ കുഞ്ഞിനെ വാങ്ങി. വാ, കഴിച്ചിട്ട് പോവാം. അവളെയും കൂട്ടി ഊട്ടുപുരയിലേക്ക് നടന്നു. തിരിച്ചു വന്ന് ഭദ്ര മാവ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഇനി എന്തായാലും രാവിലെ ഉണ്ടാക്കാം. അവൾ മുറിയിൽ ചെന്നപ്പോൾ ആനന്ദനെ അവിടെയും കണ്ടില്ല. കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തിയിട്ടുണ്ട്. സാരി മാറ്റി നോക്കിയപ്പോഴും ആളെത്തിയിട്ടില്ല. ഭദ്ര നേരെ ബാൽക്കണിയിലേക്ക് ചെന്നു. പ്രതീക്ഷിച്ച പോലെ ആള് അവിടെ തന്നെയുണ്ട്. നിലാവ് നോക്കിയിരിക്കുന്നു. ഇങ്ങേര് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഭദ്ര ചിന്തയോടെ അവന്റെ അടുത്തേക്ക് ചെന്നു. അനന്തേട്ടന് ഉറക്കമില്ലേ? അവൻ ആകാശത്ത് നിന്ന് നോട്ടം മാറ്റി ഭദ്രയെ നോക്കി. മുഖത്ത് വലിയ ആയവൊന്നുമില്ല. വീർപ്പിച്ച് പിടിച്ച ബലൂൺ പോലെ കയറ്റി വെച്ചിട്ടുണ്ട്. വാ. അവൻ കൈ നീട്ടിയപ്പോൾ ഭദ്ര അവനെ ഒന്ന് നോക്കി. വാടി. അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്റെ മടിയിലേക്ക് ഇരുത്തി. ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളുടെ തോളിൽ മുഖം അമർത്തി. നിന്റെ മുഖമെന്താ ബലൂൺ പോലെ വീർപ്പിച്ച് പിടിച്ചിരിക്കുന്നേ? ഓ, ഇപ്പൊ നിങ്ങൾക്ക് എന്റെ മുഖം പിടിക്കാതായോ? എന്റെ പൊന്നു കാളി, നീ എന്തോ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അതാ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ. എന്താണെന്ന് പറയടി പെണ്ണേ. സൗമ്യമായി ചോദിക്കുന്നതിനൊപ്പം അവളുടെ കഴുത്തിൽ ചുംബിച്ചു. ഭദ്ര ചെറുതായി കഴുത്ത് വെട്ടിച്ചു. ഒന്നുമില്ല. അനന്തേട്ടൻ ഈ പെണ്ണുങ്ങളെ എന്തിനാ വായി നോക്കുന്നേ? ഞാനോ? എപ്പോ? ഞാൻ കണ്ടല്ലോ നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളെ നോക്കുന്നത്. അത് ഞാൻ നൃത്തം ആസ്വദിച്ചതല്ലേ? നന്നായി ആസ്വദിച്ചല്ലേ? ഞാൻ കണ്ടു. അവളുടെ കുശുമ്പോടെയുള്ള സംസാരം കേട്ട് അവന് ചിരി വന്നു. അവ ഇടുപ്പിൽ ചേർത്ത കൈകൾ ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് അവളെ നെഞ്ചോട് ചേർത്തു. ഞാൻ ഒരുത്തിയെ നന്നായി ആസ്വദിച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണുകൾ പോലും ദൈവം തന്ന നിധിയാണെന്ന് തോന്നിപ്പോയ കാഴ്ച അതൊന്നേ ഉള്ളൂ. അവ മൃദുവായി പറഞ്ഞതും ഭദ്ര അവനെ സംശയത്തോടെ നോക്കി. എവള്? എന്ത് കാഴ്ച? എൻ്റെ ഭാര്യ. വെണ്ണക്കൽ ശില്പം പോലെയുള്ള അവളുടെ ശരീരത്തിൽ ഞാൻ കെട്ടിയ താലിയും ഞാൻ ചർച്ച സിന്ദൂരവും മാത്രമായി എൻ്റെ പ്രണയത്തിലും കാമത്തിലും ലയിച്ചു ക്ഷീണിതയായി എന്നെ പ്രണയത്തോടെ നോക്കി കിടന്നവൾ. ആനന്ദൻ അവളുടെ വയറിലൂടെ വില്ലുകൾ കൊണ്ട് വീണ പോലെ തഴുകിയതും ഭദ്രയുടെ മുഖം ചുവന്നു. അവൾ വേഗം മുഖം താഴ്ത്തി. എനിക്ക് കാഴ്ച കാണാൻ തോന്നുന്നു. ആനന്ദൻ അവളുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. അവിടെ മൃദുവായി കടിച്ചു. ഭദ്ര വേഗം അവന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. നിലാവെ നോക്കിയിരുന്ന് സാഹിത്യം പറയാതെ വന്ന് കിടക്കാൻ നോക്ക്. അവൾ നാണം മറയ്ക്കാൻ മുഖം തിരിച്ചു വേഗം നടന്നു. ഡി, ഉറങ്ങല്ലേട്ടാ. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും ഭദ്ര കേൾക്കാത്ത പോലെ റൂമിലേക്ക് കയറി. പുറകെ പുഞ്ചിരിയോടെ അനന്തൻ എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുമ്പോൾ ഭദ്ര ഉമ്മർത്തിരുന്ന് പേപ്പർ വായിക്കുന്നുണ്ട്. ഭദ്രേ, ചായ അടുക്കളയിൽ ഉണ്ടല്ലോ. ഭദ്ര പേപ്പറിൽ നിന്ന് മുഖം ഉയർത്താതെ പറഞ്ഞു. ആനന്ദനൊന്നും മിണ്ടാതെ അടുക്കളയിൽ നിന്ന് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ച ചായ കപ്പിലേക്ക് പകർത്തിക്കൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. അപ്പോഴും അവിടെ പത്രം വായന തന്നെ. എന്താ ഭാര്യയെ കാര്യമായി പത്രത്തിൽ? അനന്തൻ ചായ ഒന്ന് മുത്തിക്കൊണ്ട് അവളെ നോക്കി. ഓ, ഒന്നുമില്ല, ഒരു ചെറിയ കൊലക്കേസ്. ഭദ്ര താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. ചെറിയ കൊലക്കേസോ? എന്ത്? അവൻ നെറ്റി ചുളിച്ചു. ഭംഗി കൂടുതൽ ഭാര്യ ഭർത്താവിനെ തലക്കടിച്ചു കൊന്നു. അനന്തൻ വേഗം മുഖം ഉയർത്തി. ഭദ്ര ഒന്ന് മുരടനക്കി വീണ്ടും വായിച്ചു തുടങ്ങി. ചെന്നൈ. ഭർത്താവിന് ഭംഗി കൂടുതലാണെന്നും ഭർത്താവിന്റെ ആരാധികമാരുടെ ശല്യവും കാരണം ഉറങ്ങിക്കിടന്ന ഭർത്താവിന്റെ തലയിൽ അമ്മിക്കല്ലെടുത്ത് അടിച്ചുവെന്ന ഭാര്യ അറസ്റ്റിൽ. ഭർത്താവിന്റെ പുറകെ നാട്ടിലെ സകല പെൺകുട്ടികളും നടക്കുന്നതാണ്.
കൊലയിലേക്ക് നയിച്ച പ്രധാന കാരണമെന്ന് പറയുന്നു. അമ്മിക്കല്ല് കൊണ്ട് വീണ്ടും വീണ്ടും അടിച്ച് മുഖം തകർത്ത നിലയിലാണ് ഭർത്താവിന്റെ ശരീരം കണ്ടത്. ഭാര്യ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഓ, എന്നാലും ഇവളൊക്കെ പുറത്തു വരും, വീണ്ടും കെട്ടും. ഭദ്ര പറഞ്ഞു കഴിഞ്ഞ് അനന്തനെ നോക്കി. അവിടെ ആകെ കിളിപ്പോയ മട്ടാണ്. രാവിലത്തേക്ക് ചപ്പാത്തി പോരെ? അനന്തൻ തലയാട്ടി. ഭദ്ര ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. 11 മണിക്കാണ് ചെക്കനും കൂട്ടരും വരുന്നത്. അനന്തൻ മാറി നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. അമ്മായിയും അടുക്കളയിലാണ്. അമ്മാവ് ഹാളിലെ കസേരയും മേശയും തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഭാവിയും പായലും ശരണ്യയെ ഒരുക്കുന്ന തിരക്കിലാണ്. പൂജയുടെ കയ്യിൽ ആരുട്ടനും. ഭദ്ര മുറ്റത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുന്ന അനന്തന്റെ അടുത്തേക്ക് ചെന്നു. ആ, നേരെ ഇടത്തേക്ക് തിരിഞ്ഞാൽ മതി. ആ ഇടവഴി, ആ അമ്പലത്തിന്റെ എതിരെയുള്ള വഴി. ആ ശരി. അനന്തൻ തിരിഞ്ഞതും ഭദ്ര. അവരെത്താറായി. ഇത് കഴിഞ്ഞ് അമ്പലത്തിൽ പോവണം. എന്തേ, ഡാൻസ് ഉണ്ടോ? ഏയ്, ഊട്ട്. പിന്നെ മിതിയും ദേവും വരും. നീ അവനെ കണ്ടില്ലല്ലോ. ഭദ്ര പിടിച്ചു നിർത്തിയ പോലെ നിന്നു. ശരീരം ചെറുതായി വിറയ്ക്കുന്നു. ദേവിനെ അവസാനമായി കണ്ടത് ഓർക്കുമ്പോൾ ഇപ്പോഴും ഭയം വിട്ടുമാറുന്നില്ല. അതറിഞ്ഞ പോലെ അനന്തൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് നടന്നു. കണ്ണാടിക്ക് മുന്നിൽ സ്വന്തം രൂപം നോക്കി ശരണ്യ ഒന്ന് ചിരിച്ചു. ചെക്കൻ വന്നെന്ന് പറഞ്ഞ് അമ്മ വിളിക്കാൻ വന്നു. അമ്മായി ചായ എന്നെ ഏൽപ്പിച്ചു. കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. പോലീസ് ആണെന്നല്ലേ പറഞ്ഞ്. ഒരു താല്പര്യമില്ലാതെ ഭയത്തോടെ നടക്കുമ്പോൾ ഒട്ടും വിചാരിച്ചില്ല ഒരിക്കൽ കണ്ട മുഖം തന്നെ ആണെന്ന്. രവി സാറിന്റെ മകൻ രണദേവ് പഠിക്കുന്ന കാലത്ത് തന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ അയാളെ തിരിച്ച് ചീത്തയും പറഞ്ഞിട്ടുണ്ട്. ശരണ്യ അയാളെ നോക്കി വരുത്തിച്ച് ചിരിയോടെ ചിരിച്ചു. കട്ടി മീശയാണ്, തലമുടിയൊക്കെ പോലീസ് സ്റ്റൈലാണ്, നല്ല വെളുത്ത നിറം. ശരണ്യ സ്വയം ഒന്ന് നോക്കി. ഇരുനിറമാണ് താൻ. പിന്നെ അയാളെയും വെളുത്ത കൈകൾ, അതിലിടം കൈയിൽ സിൽവർ ചെയിൻ. തോളിൽ ഷർട്ട് മുറുകിയത് കണ്ടാലറിയും ഉരുട്ടിക്കയറ്റി വെച്ചത്. ശരണ്യ ഒന്ന് പാളി അനന്തനെ നോക്കി. അനന്തന്റെ ചിരിയിൽ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. ശരണ്യ ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. ഡി റൂമിൽ ജനൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാ ഒരു ശബ്ദം. ശരണ്യ നോക്കിയപ്പോഴാണ് ഭദ്രയാണ്. ദേഷ്യത്തിലുള്ള അവളുടെ മുഖം കണ്ട് ശരണ്യയ്ക്ക് അല്പം പേടി തോന്നി. ദൈവമേ, അനന്തേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കാണൂ. എന്താ? കൈവീശി ഒന്ന് കൊടുത്തു ഭദ്ര. ഇത് എന്തിനാണെന്ന് മനസ്സിലായോ? ശരണ്യ കവിളിൽ കൈവച്ച് നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പറയടി, നിനക്ക് എപ്പോൾ മുതലാ എൻ്റെ കെട്ടിയനോട് പ്രേമം തുടങ്ങിയത്? പറയാൻ? എനിക്ക് നിങ്ങളുടെ കല്യാണം കഴിയുന്നതിന് മുന്നേ ഇഷ്ടമായിരുന്നു. നീ പോയപ്പോൾ ഇനി ഒരിക്കലും വരില്ലെന്ന് കരുതി. പിന്നെ അനന്തേട്ടൻ കുടിച്ചു നശിക്കുന്ന കണ്ടപ്പോ ഇവിടെ കുടിച്ചു നടക്കുന്നവർക്ക് ജീവിതം കൊടുക്ക നടക്കണോ നീ? അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാ. പക്ഷെ അന്നേ അനന്തേട്ടൻ എന്നോട് പറഞ്ഞതാ, നീയല്ലാതെ അങ്ങേരുടെ മനസ്സിൽ വേറെ ആരും ഇല്ലെന്ന്. പക്ഷെ നീ വരില്ലെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. പക്ഷേ നീ വന്നു. പഴയ പോലെ നിങ്ങൾ സ്നേഹിക്കില്ലെന്ന് വിചാരിച്ചു. പക്ഷെ അതിലും കൂടുതൽ നിങ്ങൾ സ്നേഹിച്ചു. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അനന്തേട്ടൻ്റെ മനസ്സിലുള്ള നിന്നെ അങ്ങനെയൊന്നും പറിച്ചു മാറ്റാൻ കഴിയില്ലെന്ന്. കാരണം അയാൾ നിന്നെ ഓർത്ത് ജീവിച്ചതല്ല, നിന്റെ ഓർമ്മകൾ മാത്രമായി ജീവിച്ചതാ. കണ്ണകന്നാൽ മനസ്സകലുമെന്ന് ഞാൻ കരുതി. ശരണ്യ പറഞ്ഞു നിർത്തി അവളെ നോക്കി. ഭദ്ര അവളെ പുച്ഛത്തോടെ നോക്കി. എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. അങ്ങേര് മാത്രമേ ഈ നാട്ടിൽ ആണായുള്ളൂ. എല്ലാ അവളുമാർക്കും അങ്ങേര് മതി. അതിന് മാത്രം എന്താ അങ്ങേർക്ക് പ്രത്യേകത? ശരണ്യ തിരിഞ്ഞു നിന്ന് ജനൽ പിടിച്ച് പുറത്തേക്ക് നോക്കി. അങ്ങേർക്ക് പ്രത്യേകത മാത്രമേ ഉള്ളൂ. രൂപത്തിലും സ്വഭാവത്തിലും ഭംഗിയും ചങ്കൂറ്റവും ഒരേപോലെയുള്ള ഒരാളെ ഈ നാട്ടിലുള്ളൂ. അത് അങ്ങേരാ. നിന്നെ സ്നേഹിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധത്തില്ല ആരും ആഗ്രഹിക്കും അതുപോലൊരു ഭർത്താവിനെ. നിന്നെ തന്നെ അങ്ങേര് രാജ്ഞിയെ പോലെയല്ലേ നോക്കുന്നേ? ശരണ്യ പുച്ഛത്തോടെ പറഞ്ഞു. എന്തോ ഓർത്ത പോലെ ഭദ്ര ചിരിച്ചു. അവൾ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ശരണ്യയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മറക്കണം, ചേച്ചിയാണ് അവൾ. അവളുടെ ഭർത്താവ് സ്വന്തം സഹോദരനെ പോലെയും. ജനൽ പിടിച്ച അവളുടെ കൈകൾ ഒന്നുകൂടെ മുറുകി. ഭദ്ര ചിരിയോടെ ഹാളിലെത്തി. എല്ലാവരും നിശ്ചയത്തിന്റെ ഡേറ്റ് സംസാരിക്കുകയാണ്. കാലണ്ടറൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഭദ്ര അനന്തനെ നോക്കി. ഒരു കൈ ഡൈനിങ് ടേബിളിൽ കുത്തി മറുകൈ കൊണ്ട് മുണ്ടിന്റെ തുമ്പ് പിടിച്ച് ഇടുപ്പിൽ കുത്തിയാണ് നിൽക്കുന്നത്. നിൽപ്പ് കാണാൻ തന്നെ ഒരു അഴക്. മേശ വിടർത്തി വെച്ച കാലണ്ടറിലേക്കാണ് എല്ലാവരുടെയും നോട്ടം. ഭദ്രയുടെ കണ്ണുകളോ അനന്തനെ വലയം ചെയ്തു. അതെ, ഞാൻ അനന്തന്റെ രാജ്ഞി തന്നെയാണ്. മേലേടത്താണ് ഞങ്ങളുടെ കൊട്ടാരം. എന്തോ ഓർത്ത് ഭദ്ര ചിരിച്ചതും പൂജ അവളെ പിച്ചി. എന്താടി ഒരു ഇളക്കം? എന്ത്, എനിക്ക് ഇളകിക്കൂടെ? ഇളകിക്കോ. ഇളകി ഇവിടെ എങ്ങാനും വീണാലും എടുത്തു കൊണ്ടുപോവാൻ ആളില്ലേ? പൂജ അനന്തനെ നോക്കി പറഞ്ഞതും ഭദ്രയും അനന്തനെ നോക്കി.